മലയാളത്തിലെ ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് എം മുകുന്ദൻ. ഫ്രഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥനായും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായുള്ള മയ്യഴിയിൽ 1942 സെപ്റ്റംബർ 10 ജനിച്ചു. തൻ്റെ ആദ്യ സാഹിത്യ സൃഷ്ടിയായ ചെറുകഥ 1961 പ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് മുകുന്ദൻ ധാരാളം നോവലുകളും ചെറുകഥകളും എഴുതി. ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായി മുകുന്ദൻ്റെ ജീവിതം പിൽക്കാലത്ത് ഡൽഹിയിലേക്ക് പറിച്ചു നടപ്പെട്ടു. ഡൽഹി ജീവിതവും മുകുന്ദൻ്റെ തൂലികയിൽ സാഹിത്യ സൃഷ്ടികളായി. മുകുന്ദൻ്റെ സൃഷ്ടികളിലുടനീളം ഫ്രഞ്ച് അധിനിവേശ സ്മരണകളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടിപ്പുകളും കാണാം. ഇതുമൂലം അദ്ദേഹം മയ്യഴിയുടെ കഥാകാരൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥാലയമായ പെരുങ്കുളം ബാപ്പുജി സ്മാരക വായനശാലയുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 1974 പ്രസിദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ വികൃതികൾ 1989 ആവിലായിലെ സൂര്യോദയം 1969 പ്രസിദ്ധീകരിച്ചു. 1972 ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു, ആകാശത്തിന് ചുവട്ടിൽ എന്നീ നോവലുകൾ രചിച്ചു. 1993 ആദിത്യനും രാധയും മറ്റു ചിലരും, ഒരു ദളിത് യുവതിയുടെ കഥനകഥ, കിളിവെന്ന് വിളിച്ചപ്പോൾ, രാവും പകലും, സാവിത്രിയുടെ അരഞ്ഞാണം, റഷ്യ തുടങ്ങിയവകളാകുന്നു. 1999 കേശവൻ്റെ വിലാപങ്ങൾ, 2000 നൃത്തം, 1972 ഈ ലോകം അതിലൊരു മനുഷ്യൻ, 1990 സീത, 2009 പ്രവാസം. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2018, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി 1998 ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1985, വയലാർ പുരസ്കാരം, MB പോൾ പുരസ്കാരം, മുട്ടത്തുവർക്കി പുരസ്കാരം, NB പുരസ്കാരം, 2023 ഭീമ ബാലസാഹിത്യ അവാർഡ് എന്നീ അവാർഡുകൾക്ക് അർഹനായി.